നമസ്കാരം, ശിശുദിന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ അനന്തകൃഷ്ണൻ. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനം. കുട്ടികളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും പുലർത്തിയിരുന്ന ചാച്ചാ നെഹ്റുവിന്റെ 125ാം ജന്മദിനമാണ് ഇന്ന്. बच्चे उसे पसंद करते हैं कि नहीं, ये थोड़ी मैं पसंद करता हूँ कि नहीं. मेरा पसंद करना न करने का कोई माने नहीं है. बच्चे करें तो अच्छा है, बच्चे नहीं करें तो निकम्मा है. നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഇന്ന് അദ്ദേഹത്തിന് 125ാം ജന്മദിനം. കുട്ടികളോട് നെഹ്റു പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിന് ചാച്ചാ നെഹ്റു എന്ന പേര് നേടിക്കൊടുത്തു. നെഹ്റുവിനോടുള്ള ആദരസൂചകമായാണ് എല്ലാ നവംബർ 14 ശിശുദിനമായി രാജ്യമെങ്ങും ആഘോഷിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ശിശുദിനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അനാഥ ബാല്യങ്ങളെ തൊട്ടുണർത്തുന്ന ഓലപ്പിപ്പി എന്ന സംഗീത ആൽബം യൂട്യൂബിൽ വൈറലാകുന്നു. ലാൽജി കാട്ടിപ്പറമ്പിലാണ് ആൽബത്തിന്റെ ആവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നത്. ബാല്യത്തിന്റെ പൂമണ്ണം പാട്ട് പങ്കുവയ്ക്കുന്നു. ഒപ്പം ഒറ്റപ്പെടലിന്റെയും അനാഥബോധത്തിന്റെയും കണ്ണീരും തടിയൻസ് അവതരിപ്പിക്കുന്ന ആൽബം പങ്കുവയ്ക്കുന്നുണ്ട്. പ്രശസ്ത പിന്നണി ഗായിക നിമ്യാലാലും ആൽമ അശോകുമാണ് ഓലപ്പിപ്പിയുടെ ആലാപനം. മാസ്റ്റർ ഡോൺ ജോർജ്, ചെല്ലമ്മ ശ്രീധരൻ എന്നിവരാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പിൻവഴിയിലെപ്പോഴോ നഷ്ടപ്പെട്ടുപോയ ബാല്യത്തിനാണ് ലാജി കാട്ടിപ്പറമ്പിൽ തന്റെ ആൽബം സമർപ്പിക്കുന്നത്. ഓലപ്പിപ്പി യൂട്യൂബിൽ ഇപ്പോൾ വൈറലാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അരങ്ങുവാഴുന്ന കാലത്ത് കുട്ടികളെ അതിൽ പോകാതെ നോക്കുക എന്ന സന്ദേശവുമായി ഒരു ലഘുചിത്രം തയ്യാറാക്കിയിരിക്കുന്നു. കൊല്ലം സ്വദേശി അതുൽ മുരളി കഥയും തിരക്കഥയും എഴുതി ഒയ്ജീൻ സംവിധാനം നിർവഹിച്ച സുഹറ എന്ന ലഘുചിത്രമാണ് ശിശുദിനത്തിൽ പുറത്തിറങ്ങിയത്. സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുട്ടികളെ പോലും അപകടകരമാവിധം സ്വാധീനിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് സുഹ്റ എന്ന ഹ്രസ്വചിത്രത്തിലൂടെ. സ്കൂൾ വിദ്യാർത്ഥിനിയായ സുഹ്റയ്ക്ക് വഴിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലിൽ ദൈവിക സാന്നിധ്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഹ്രസ്വചിത്രത്തിലുള്ളത്. ഈശ്വരൻ കല്ലാകുന്ന ഈ കാലയളവിൽ ഞാൻ എന്തിനാ ഈ കല്ല് കൊണ്ട് നടക്കുന്നത്? പമ്പര വിട്ടി. ഒടുവിൽ കല്ലിൽ അന്ധവിശ്വാസികളായ മറ്റുള്ളവർ അധികാരം സ്ഥാപിക്കുകയും മുസ്ലിമായ സുഹറയെ മതത്തിന്റെ പേരിൽ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നിടത്ത് ഹ്രസ്വചിത്രം അവസാനിക്കും. എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ നിന്റെ കല്ലോ? ഓ, ദൂരെ പോകാനാ പറഞ്ഞത്. റിപ്പോർട്ടർ ചാനലിലെ സിറ്റിസൺ റിപ്പോർട്ടർ മത്സരാർത്ഥി അതുൽ മുരളിയാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചത്. ഒയ്ജീൻ അനിലിൻ്റെതാണ് സംവിധാനം. ഒരു 3 മാസക്കാലത്തെ ശ്രമഫലമായാണ് സുഹറ എന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കുന്നത്. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ഒരു ഗുണപാഠം എന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് ഇത് കണ്ട് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. 12 മിനിറ്റുള്ള ഹ്രസ്വചിത്രം യൂട്യൂബിലൂടെയാണ് റിലീസ് ചെയ്തത്. റിപ്പോർട്ടർ കൊല്ലം. ശിശുദിന വാർത്തകൾ കഴിഞ്ഞു. ഇനി മറ്റു വാർത്തകളിലേക്ക്.